ചെയ്തിട്ടുണ്ടാവും കണ്ടാ. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്തൊരു ചെറിയ ക്ലിപ്പാണേ. ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. എല്ലാവരും ഓടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടവർക്ക് അറിയാം, ഇത് ഞങ്ങളുടെ കോളേജിലേക്ക് പോകുന്ന വഴിയായിട്ട്. അത് പാർലിക്കാടാന്ന് പറയും, പാർലിക്കാട് എന്ന് പറയും കേട്ടോ. അപ്പം ഞങ്ങളുടെ കോളേജ് ഇരിക്കുന്ന വ്യാസഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ കുറച്ചങ്ങ് നടക്കാണ്ട്, അപ്പോൾ ഒരു അരമണിക്കൂറോളം നടക്കാണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കുക. അപ്പോൾ ഇത് അഭിഷേക്, ഇത് ദേവിക, അനന്യ, ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ? ദേവികനെ കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതാട്ടോ ദേവിക. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. എന്താ പറയുക, ഓരോരുത്തർ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കുക. അപ്പോൾ ഇത് പാർലിക്കാട് ഇതാട്ടോ, എന്താ പറയുക, പാളം ട്രെയിൻ പോണ പാളാട്ടോ. ഇത് കഴിഞ്ഞ് കുറേ നടക്കാണ് ഞങ്ങൾക്ക് പോകാൻ. അപ്പം എൻ്റെ ഫ്രണ്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കളിയാക്കിക്കൊണ്ടിരിക്കുക, ഇവരെന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പോണതില്ലേ, ആ മറ്റേ ചെക്ക് ഷർട്ട്, അത് വൈശാഖാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയോ, ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അത് പവിത്ര, ആ വൈറ്റ് ഇട്ടേക്കുന്നത് പവിത്ര കേട്ടോ. അവളുടെ ഫേസ് കാണാൻ പറ്റും, ഞങ്ങൾക്ക് കുറച്ച് കഴിയും കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഫേമസ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയായിട്ട് എൻ്റെ ഫ്രണ്ട്സ്, പവിത്ര, ദേവിക, അനന്യ, അത് അഭിഷേക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. എന്താ പറയുക, അവിടെ അത്രയ്ക്ക് ദൂരമുണ്ട്. ഇതാ വൈശാഖ്, ഞാൻ പറഞ്ഞില്ലേ വൈശാഖ്, അവർ വേറെ ക്ലാസ് ആട്ടോ. അവരെ എനിക്ക് അങ്ങനെ പരിചയമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഊക്കുക, അതായത് കളിയാക്കി ഓരോരുത്തരെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ നടക്കും. ഒരു അന്തപ്പും ഇല്ലാതെ ഇങ്ങനെ നടക്കും കേട്ടോ. കണ്ടോ? അത് കഴിഞ്ഞ് 2 നിമിഷം പേര് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കുറ്റം പറഞ്ഞു, ഞങ്ങൾ ഇവരെ കുറ്റം പറഞ്ഞു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ കോളേജിലേക്ക് പോകുന്ന വഴി ഇതാട്ടോ. അവിടെ കാണാം വ്യാസ കോളേജ് എന്ന് പറഞ്ഞാൽ ആ പച്ച ബോർഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ്, ഇവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങ് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിനധികം വ്യൂസൊന്നും ഇല്ല, എന്നാലും കണ്ടവർക്കറിയാം. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ കോളേജിലേക്ക് എത്താറായേ. ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജ്. ആഫ്റ്റർ 2 month വെക്കേഷൻ അഗെയിൻ. എന്താണ് ചുറ്റുവോ? ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഗുഡ് മോർണിംഗ്. ബ്ലോഗറാ, യൂട്യൂബിലിടും, ഫേമസ് ആക്കും. ഞങ്ങളുടെ വ്യാസയുടെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവും കണ്ടാ. ഇന്ന തുറന്നോളൂ. ആർക്കും വരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ വേറെ എന്താണെന്നറിയോ, പഠിക്കാൻ. ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ ദിവസം ഗുഡ് മോർണിംഗ് കേൾക്കാനൊക്കെ വരണം. വീഡിയോ എടുക്കണ്ട, ഗുഡ് മോർണിംഗ് പോയാലോ, വീഡിയോ എടുക്കണ്ട. അപ്പോൾ അത് ഞങ്ങളുടെ കോളേജിലെ വാച്ച്മാനായിട്ട്. ഞങ്ങൾ എന്നും അവിടെ ചെന്ന് ഒരു ഗുഡ് മോർണിംഗ് ഞാൻ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഇവിടെ ക്ലാസ്സിൽ കയറുള്ളൂ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആളായിട്ട് സംസാരിക്കാൻ, ആളായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട്. ആൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ക്ലാസ്സിലെ 2 റെപ്പുമാരാട്ടോ അത് നടക്കുന്നത്. ഒരെണ്ണം ആദ്ര, ഒരെണ്ണം അഭിഷേക്. അപ്പോൾ അവരെന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാട്ടോ, ആ നീല ഷീറ്റാണ് ഞങ്ങളുടെ ക്ലാസ് കേട്ടോ. ആ ഒരു ബ്ലോക്കിലാണ് ഞങ്ങളുടെ ക്ലാസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാവേ.
ഇതായിട്ട് ഞങ്ങളുടെ ക്ലാസ്. അയ്യോ കടന്നേ തെറ്റിപ്പോയി. വിളിച്ചു ഹായ് പറ. അപ്പം ഞങ്ങൾക്ക് എപ്പോഴുള്ള ശീലം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കണം. അപ്പോൾ ഞങ്ങൾ ഇക്കണോമിക്സിക്ക് പോകണ വഴിയാട്ടോ ഇത് കൂടെ പോയി കഴിഞ്ഞ് ഇക്കണോമിക്സ് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയപ്പോൾ അതിന് എന്തോ കൂട്ടാതെ പോകണേ ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ വരാട്ടോ. ഞങ്ങൾ 4 പേരും കൂടെ, ഞങ്ങൾ 4 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ നടക്കുക കേട്ടോ എക്കണോമിക്സ്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പോയത് എക്കണോമിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേക്ക്, ക്ലാസ്സിക്കല്ലാട്ടോ പോയത്. അവിടെ കുറച്ച് നേരം ഇരിക്കും. ആ കുക്ക് ഗ്രൗണ്ടിൻ്റെ അവിടെ ഈ ഇരിക്കുന്ന കണ്ടോ ആ ഇരിക്കുന്ന സ്ഥലം കേട്ടോ അതും ഇങ്ങനെ തറ കെട്ടി വെച്ചേക്കുന്നത്. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരിക്കും, കുറച്ച് നേരം. എന്നിട്ട് ഇങ്ങനെ കോളേജ് എപ്പോഴും അത്. അപ്പോൾ അവളുടെ ഫോണ് കണ്ടോ നിലത്തേക്ക് വീഴും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വീഴും. അപ്പോൾ ഈ അടുത്താണ് സ്ക്രീൻ കാർഡൊക്കെ മാറ്റിയത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ കളിയൊക്കെ കേട്ടോ. അപ്പോൾ അവൾ കാണിച്ചു തരാം നിലത്തേക്ക് വീണത്. ഒന്നും പറ്റിയില്ല, ഫോണിനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഇരിക്കുക. അപ്പോൾ അവൾ പറയട്ടെ ഞാനെപ്പോഴും ഇന്ന് ഫുള്ള് നിൻ്റെ വ്ളോഗിൽ ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാം. ഇതപ്പോൾ ഞങ്ങളുടെ മെയിൻ ബ്ലോക്കാട്ടോ. ഇവിടെ ഇന്ന് എന്താ പറയുക എക്സാം, സെക്കൻഡ് ഇയേഴ്സിനോ അങ്ങോട്ട് എക്സാം അടക്കാട്ടോ. അപ്പോൾ അത് കാണിക്കുക. അതിൻ്റെ ഉള്ളിൽ സാരി പെട്ടെന്ന് ഇങ്ങോട്ട് പോകും. ഇനി അവിടെ വരാന്ത, ഇവിടുത്തെ വരാന്ത കാണുമ്പോൾ പ്രത്യേക ലുക്കല്ലേ, നല്ല രസമാണ് കാണാൻ. ഈ വരാന്തയിൽ കൂടെ നടക്കാൻ നല്ല രസമാട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു സ്പോട്ടാട്ടോ. അപ്പോൾ അത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ അക്കൗണ്ടൻസി പീരീഡ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് അത് കഴിഞ്ഞ് ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം NSSൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ജൂൺ 5 അല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ സാറിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോട്ടണിയുടെ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് തൈയൊക്കെ നടാൻ വെച്ചിട്ട് ഇങ്ങനെ തൈ നടാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൊണ്ട് തൈ നടയ്ക്കാൻ വേണ്ടിയിട്ട് സാറിങ്ങനെ ഒരു കുട്ടി കയറി വന്നിട്ട് ഇങ്ങനെ നട്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ എന്നിട്ട് അപ്പം നടുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മലയാളം ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് കിട്ടും. പക്ഷേ സംസ്കൃതക്കാർക്ക് ക്ലാസ് വിടാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കാത്ത് കേട്ടോ. 2 പേരും ഞാൻ പറഞ്ഞില്ല, സ്നേഹയും ദേവികയും. അപ്പോൾ 2 പേർക്കും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തലവേദന എടുക്കണം. എനിക്ക് അറിയത്തില്ല, ഇന്ന് ഭയങ്കര തലവേദനയൊക്കെയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാരംസൊക്കെ കളിച്ചതിന് ശേഷം ക്യാരംസ് കണ്ടോ, ഞങ്ങൾ ക്യാരംസ് കളിക്കാം. ഒന്നും അറിയില്ല, എന്നാലും വെറുതെ അവിടെ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഫുള്ള് ചേട്ടന്മാരും ആണുങ്ങളൊക്കെ കൂടെ നിൽക്കോട്ടെ, ഇന്ന് ആരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കളിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വൈബ് വേറെ വൈബാട്ടോ. വേറെ ആരും ചേരാൻ പറ്റില്ല. ഞങ്ങൾ 4 പേര് വേറൊരു വൈബാണ്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ പോയിട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് കോളേജ് വിട്ടു. അപ്പോൾ എല്ലാവരും കൂടെ രാവിലെ വന്ന് ആരൊക്കെയുണ്ടോ അന്ന് പുതിയ ഒരാൾ, ഇത് സ്വാതി, കഴിഞ്ഞ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഓരോ വർത്തമാനം. അപ്പോൾ സിപ്പപ്പൊക്കെ മേടിച്ച് സിപ്പപ്പൊക്കെ കുടിച്ചിട്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ പുതിയൊരു ആ മുടിയെട്ടി ഇതാണ് കേട്ടോ, കൃഷ്ണ എന്ന് പറയും. ആ പച്ച ഷർട്ട് കൃഷ്ണയാട്ടോ. അവൻ ഭയങ്കര ബിസിയാണ്, ഫോണിൽ എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കും. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കൂടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ കോളേജ് ഡേ ഇവിടത്തോടെ തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.